നയതന്ത്ര ചർച്ച സാധ്യത വഴിമുട്ടിയതോടെ മേഖലയിൽ കൂടുതൽ സൈനിക മുന്നൊരുക്കവുമായി അമേരിക്ക. പുതിയ വിമാനവാഹിനി കപ്പൽ ജോർജ് ബുഷ് ഉടൻ ഇറാൻ തീരത്തെത്തും. കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള നീക്കവും ശക്തമാണ്. അതിനിടെ സൗദിയിലെ ബേസിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 15 US സൈനികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒമാനിലെ സലാലയ്ക്ക് സമീപം US നാവിക കപ്പൽ ആക്രമിച്ചതായും ഇറാൻ അറിയിക്കുന്നുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ റഡാറിന് കാര്യമായ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. MC നാസറും BK സുഹൈലും ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഞാൻ MC നാസറിലേക്ക് പോവുകയാണ്. നാസർ, ഒരു സമാധാന ചർച്ച എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും. അമേരിക്ക ആ രീതിയിൽ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല, അത് 10 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സൈനിക കപ്പൽ വരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണവും. തീർച്ചയായിട്ടും, കാരണം ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ട്രംപ് ഉൾപ്പെടെ അമേരിക്കൻ നേതൃത്വം വിശദീകരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സൈനിക മുന്നൊരുക്കങ്ങൾ വളരെ വിപുലമായ തോതിൽ, വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അമേരിക്കൻ തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം 10 ദിവസത്തേക്ക് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് പോലും ഇന്നലെ വൈകിട്ട് ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലാണ് ഇറാനിലെ നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വ്യവസായശാലകളുണ്ട്, ആണവ കേന്ദ്രങ്ങളുണ്ട്. ഇവയ്ക്കെതിരായിട്ടുള്ള ആക്രമണം ഒരു നിലക്കും പൊറുപ്പിക്കാനാവില്ല. അത് എല്ലാ റെഡ് ലൈനുകളും മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങളാണ്. അതിശക്തമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സൈനിക നേതൃത്വവും അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തുടർന്നാണ് ആക്രമണം കുറെ കൂടി വ്യാപിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ നിമിഷത്തിലും വലിയ തോതിൽ ആക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും അവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒമാനെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇതുവരെ ഇറാന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒമാൻ തീരത്തുള്ള ഒരു അമേരിക്കയുടെ ഒരു നാവിക കപ്പലിന് നേരെ വലിയ തോതിൽ ആക്രമണം നടന്നതായിട്ട് ഇറാൻ സൈനിക വക്താവ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഒമാന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള നീക്കമല്ല, നേരെ മറിച്ച് തങ്ങളുടെ ഒരു യുദ്ധ നീക്കം എന്ന ഭാഗത്ത് രീതിയിൽ മാത്രമാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് കൂടി ഇറാനിലെ സൈനിക വക്താവ് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്ക് നേരെയും അതിശക്തമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. പക്ഷേ ഇതൊക്കെയും വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് വിമാനത്താവളത്തിലെ റഡാറിന് കാര്യമായിട്ടുള്ള തകരാർ സംഭവിച്ചതായിട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റ് നിലക്കുള്ള ഏതെങ്കിലും അത്യാഹിതമോ ആളപായമോ സംഭവിച്ചതായിട്ട് അധികൃതർ സ്ഥിരീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ യുദ്ധത്തിന്റെ കുറെ കൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് യമനിലെ ഹൂത്തി വിഭാഗം കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള തിരിച്ചടി അമേരിക്കക്കും ഇസ്രായേലിനും തങ്ങൾ നൽകാൻ സജ്ജമാണ് എന്ന് കൂടിയാണ് ഹൂത്തി വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യമായിട്ട് ഒരു മാസം പിന്നിടുന്ന ഈ സംഘർഷവേളയിൽ ഇതാദ്യമായിട്ട് ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ നടന്നു. ആ മിസൈൽ തങ്ങളെ പ്രതിരോധിച്ചതായും അതിശക്തമായി തന്നെ യമനിലെ ഹൂത്തികൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ശക്തമായി വിപുലമായ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അല്പം മുമ്പ് പാക് പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസ്യത അമേരിക്കയെക്കുറിച്ച് തങ്ങൾക്കില്ല. കാരണം നേരത്തെ 9 മാസത്തിനിടയിൽ 2 തവണ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ പുരോഗതിയിലേക്ക് നീങ്ങുന്ന അതേ ഘട്ടത്തിലാണ് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ 10 ദിവസത്തേക്ക് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് ട്രംപ് ഉറപ്പ് നൽകി. ആ പശ്ചാത്തലം നിലനിൽക്കെ തന്നെയാണ് ഇന്നലെ വളരെ നഗ്നമായിട്ടുള്ള ഒരു കടന്നാക്രമണം തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസ്യത തിരിച്ചുപിടിക്കാത്ത ഒരു സമയത്തോളം അമേരിക്കയുമായിട്ട് നേരിട്ടോ പരോക്ഷമായിട്ടോ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമല്ല എന്ന ഒരു സന്ദേശമാണ് പാക് പ്രധാനമന്ത്രിയെ ഇറാൻ പ്രസിഡന്റ് അറിയിച്ചതെന്നുകൂടി വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കുവൈത്ത്, ഈജിപ്ത്, അതോടൊപ്പം തന്നെ തുർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളാണ് മധ്യസ്ഥ നീക്കങ്ങളുമായി രംഗത്തുള്ളത്. പക്ഷേ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു പുരോഗതി ഈ ആശയവിനിമയങ്ങളിൽ ഇതുവരെ പ്രകടമല്ല എന്നതാണ് ഈ യുദ്ധം ഒരുപക്ഷെ ഇനിയും തുടർന്നേക്കുമെന്ന ഒരു ആശങ്ക രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഘടകവും. വിനിഷ.